ഏത് പ്രായത്തിലായാലും കഥകൾ കേൾക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? പ്രത്യേകിച്ചും അമാനുഷിക കഥകളാകുമ്പോൾ പിന്നെ പറയും വേണ്ട. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട അലാവുദ്ദീൻ്റെയും അത്ഭുത വിളക്കിൻ്റെയൊക്കെ കഥകൾ ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഭൂതം പാവപ്പെട്ട അലാവുദ്ദീനെ പണക്കാരനാക്കുക, അതുപോലെ തന്നെ കുടിൽ കൊട്ടാരമാക്കുക, ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണെന്ന് നമ്മൾ കരുതുകയും ചെയ്യും. നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ സ്വപ്നങ്ങളായി കരുതാനാണ് നമുക്കിഷ്ടം. പക്ഷേ വീടുകളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ആദ്യം സ്വപ്നം കാണും, പിന്നെയായിരിക്കും അത് യാഥാർത്ഥ്യമാക്കുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം. എന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഭവന സ്വപ്നങ്ങൾ കാണുന്നവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. ഈ ഒരു സ്വപ്നത്തിൽ നിന്നാണ് കലൂരിലെ ഇമ്പീരിയൽ ഗാർഡൻസ് ജനിക്കുന്നത്. 4 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ചേർത്ത് വെച്ച ഇമ്പീരിയൽ ഗാർഡൻ സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വീടെന്ന ആശയത്തിന് പുത്തൻ മാനങ്ങളാണ് കമ്മ്യൂണിറ്റി ലിവിങ്ങിലൂടെ സ്കൈലൈൻ ബിൽഡേഴ്സ് സാധ്യമാക്കിയിരിക്കുന്നത്. പ്രകൃതിയുടെ ഋതുകൂടാരത്തിൽ വേനലും മഞ്ഞും മഴയുമായി മല്ലിട്ട് പ്രാകൃതനായി അലഞ്ഞു നടന്ന ഒരു കാലമുണ്ടായിരുന്നു മനുഷ്യവർഗത്തിന്. ചരിത്രത്തിന്റെ സ്വർണ്ണവെയിൽ തട്ടിത്തിളങ്ങുന്ന ആ കാലത്ത് പാർപ്പിടം മനുഷ്യന് ഒരു ഭാരമായിരുന്നു. BC 7000 കല്ലുകൾ ഉപയോഗിച്ചുള്ള വാസസ്ഥല നിർമ്മാണം ആരംഭിക്കുന്നത്. പശ്ചിമേഷ്യയിലായിരുന്നു ഇതിന്റെ തുടക്കം. കാലക്രമത്തിൽ കൂട്ടായ ജീവിതത്തിൽ നിന്നും അവൻ വീടിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒറ്റപ്പെട്ടു. ഭാഷയിലും വേഷത്തിലും വന്ന മാറ്റങ്ങൾ അവന്റെ പാർപ്പിട സ്വപ്നങ്ങളെയും മാറ്റിമറിച്ചു. കമ്മ്യൂണിറ്റി ലിവിംഗ് ആശയങ്ങളുടെ മേൽക്കൂരയ്ക്ക് കീഴെ രൂപപ്പെട്ട പുത്തൻ ആവാസ വ്യവസ്ഥയിലേക്ക് ചേക്കേറാൻ അവനെ പ്രേരിപ്പിച്ചതും കൂട്ടായ ജീവിതത്തിന്റെ ആ മധുര സ്മരണകളാണ്. കേരളത്തിന് അപരിചിതമായിരുന്ന ഒരു ആവാസ വ്യവസ്ഥയെ കമ്മ്യൂണിറ്റി ലിവിംഗിലൂടെ പരിചയപ്പെടുത്തി തന്നവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. അതിഥികളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടിന് 120ഓളം പ്രോജക്റ്റുകളാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ഇതുവരെ സമ്മാനിച്ചിരിക്കുന്നത്. സ്കൈലൈൻ ബിൽഡേഴ്സ് ഇവർ 120 പ്രോജക്ട്സ് നമ്മളിപ്പോൾ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5000 ഹോംസ്, 23 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. കഴിഞ്ഞ 23 വർഷമായിട്ട് 7 നഗരങ്ങളിലായിട്ട് 5000 കുടുംബം, അങ്ങനെ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20,000 to 25,000 മലയാളി ഫാമിലീസ് ആർ ലിവിങ് ഇൻ ആർ സ്കൈലൈൻ ഹോംസ്. 120 അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അഭിമാനമുള്ളത് 1 കോടിയിലേറെ സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹൃദയഹാരിയായി നിലകൊള്ളുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് മുകളിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് തീർത്ത ഓരോ പാർപ്പിട സമുച്ചയവും ഓരോ അടയാളപ്പെടുത്തലാണ്. കേരളത്തിലെ 120 പ്രോജക്റ്റുകളിലൂടെ 5887 കുടുംബങ്ങൾക്കാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് പാർപ്പിടാന്തരീക്ഷം ഒരുക്കി നൽകിയിരിക്കുന്നത്. 1989 ഭവന സ്വപ്നങ്ങളുടെ ആകാശത്ത് സ്കൈലൈൻ ബിൽഡേഴ്സ് എന്ന നാമധേയം ഉദിച്ചുയരുന്നത്. കൊച്ചിയിലെ 27 അപ്പാർട്ട്മെന്റുകളുള്ള സ്കൈലൈൻ മാൻഷനാണ് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കേരളത്തിലെ ആദ്യത്തെ പ്രോജക്റ്റ്. തുടർന്നുള്ള യാത്രയിൽ സ്കൈലൈൻ പിന്നിട്ടത് പാർപ്പിട സമുച്ചയ നിർമ്മാണ രംഗത്തെ നിരവധി നാഴികക്കല്ലുകളാണ്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കലൂരിലുള്ള ഇംപീരിയൽ ഗാർഡൻസിന് ഏറ്റവും മികച്ച പാർപ്പിട പദ്ധതിക്കുള്ള ക്രെഡായിയുടെ ദേശീയ അംഗീകാരം ലഭിച്ചതും നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട്. കാരണം വൻകിട പാർപ്പിട നിർമ്മാണ കമ്പനികളോട് മത്സരിച്ചാണ് 2012 ബെസ്റ്റ് റെസിഡൻഷ്യൽ അവാർഡ് സ്കൈലൈൻ ബിൽഡേഴ്സ് സ്വന്തമാക്കിയത്. ക്രെഡായി ഏറ്റവും നല്ല പ്രൊജക്റ്റുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ് സ്കൈലൈന് ഇക്കൊല്ലം കിട്ടിയിരിക്കുന്നത്. സ്കൈലൈനിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊജക്റ്റ് ഇംപീരിയൽ ഗാർഡൻസ് ആണ്. ഈ അവാർഡ് ഇന്ത്യ മൊത്തമുള്ള Tier 2 സിറ്റീസിലുള്ള എല്ലാ പ്രൊജക്റ്റുകളെയും, ക്രെഡായി മെമ്പേഴ്സ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളെയും ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും നല്ലതായിട്ട് ഒരു
ജഡ്ജിങ് പാനൽ കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രൊജക്റ്റായിരുന്നു ഇംപീരിയൽ ഗാർഡൻ. ഇത് വ്യത്യസ്തമായ 7 പാരാമീറ്റേഴ്സിലായിരുന്നു ഇതിനെ ഇവാലുവേറ്റ് ചെയ്തത്. അതിൽ ലൊക്കേഷനുണ്ട്, ടൈംലി കംപ്ലീഷനുണ്ട്, ക്ലയൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ വാല്യൂ എപ്രീസിയേഷനുണ്ട്, പിന്നെ ഡിസൈനിലുള്ള നൂതനമായ പോയിൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പല 7 പാരാമീറ്റേഴ്സിലാണ് ഇതിനെ അവർ ജഡ്ജ് ചെയ്തിരിക്കുന്നത്. 7 അളവുകോലിലൂടെ അളന്നാണ് ബെസ്റ്റ് റെസിഡൻഷ്യൽ അവാർഡിന് ഇംപീരിയൽ ഗാർഡൻസിനെ തിരഞ്ഞെടുത്തത്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ 83ാമത്തെ പ്രോജക്റ്റായ ഇംപീരിയൽ ഗാർഡൻസിൽ 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. 4 ഏക്കർ സ്ഥലത്ത് പാർപ്പിട സ്വപ്നങ്ങളുടെ വലിയൊരു ലോകം സൃഷ്ടിക്കാൻ സ്കൈലൈൻ ബിൽഡേഴ്സിന് കഴിഞ്ഞത് ഭാവനാ മികവും ആസൂത്രണ വൈഭവവും കൊണ്ടാണ്. ഇംപീരിയൽ ഗാർഡൻസ് ചെയ്യുന്ന സമയത്ത് സ്കൈലൈൻ ബിൽഡേഴ്സ് ഒരുപാട് ഗൃഹപാഠങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടി സ്കൈലൈൻ ബിൽഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലം നഗരമധ്യത്തിലുള്ള സ്ഥലമാണെങ്കിലും ഒരു ചതുപ്പ് സ്ഥലമായിരുന്നു ഇത്. കൊച്ചിയിലെ ഒരു വെള്ളക്കെട്ട് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ഇത്. ഈ സ്ഥലത്തിലേക്ക് ശരിയായൊരു അപ്രോച്ച് റോഡ് പോലും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ചാലഞ്ച് ഇതിലേക്ക് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് പേരണ്ടൂർ കനാലിന് കുറുകെ ഒരു പാലം പണിയേണ്ടതായിട്ട് വന്നു. ഈ പാലം പണിത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സൈറ്റിലേക്കുള്ള റോഡ് വേ ആക്സസ് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് പൈലിങ്ങും മറ്റ് സംഗതികളൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇതൊരു വലിയ ബൃഹത്തായ പദ്ധതിയായിരുന്നു. സ്കൈലൈനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. സ്കൈലൈൻ്റെ എഞ്ചിനീയറിംഗ് ടീമും പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഈ വെല്ലുവിളിയെ വളരെ സക്സസ്ഫുള്ളായി തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അനുദിനം വികസിക്കുന്ന കൊച്ചി നഗരത്തിൽ ചതുപ്പായി കിടന്നിരുന്ന ഒരു സ്ഥലത്ത് പുതിയൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ ഒരുപക്ഷെ സ്കൈലൈൻ ബിൽഡേഴ്സിന് മാത്രമേ കഴിയൂ. ഇംപീരിയൽ ഗാർഡൻസിലൂടെ തേടിവന്ന ദേശീയ അംഗീകാരം ശരിവെക്കുന്നതും ഈ യാഥാർത്ഥ്യമാണ്. കേരളത്തിലുടനീളം സ്കൈലൈൻ പ്രകടമാക്കുന്ന ലൊക്കേഷൻ മികവ് തന്നെയാണ് ഇംപീരിയൽ ഗാർഡൻസിനെയും വ്യത്യസ്തമാക്കുന്നത്. ഒരു പാർപ്പിട സമുച്ചയം സെലക്ട് ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ലൊക്കേഷൻ. സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ 83ാമത് സംരംഭമായ ഇംപീരിയൽ ഗാർഡൻസ് എന്ന ഈ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ലൊക്കേഷൻ ഇന്ന് നാം കാണുന്ന പോലെ ആയിരുന്നില്ല. ഇവിടം താഴ്ന്ന പ്രദേശമായിരുന്നു. ഇങ്ങോട്ടുള്ള റോഡുകളൊന്നും സഞ്ചാരയോഗ്യമായിരുന്നില്ല. ഇന്ന് കൊച്ചിയിലെ ഏറ്റവും നല്ല ഒരു പാർപ്പിട ഏരിയ ആയി ഈ പ്രദേശം മാറുകയുണ്ടായി. തീർച്ചയായും അങ്ങനെ ഇതിനെ മുന്നിൽ കാണാനും ആ ഒരു തരത്തിലേക്ക് മാറ്റാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. 4 ഏക്കർ സ്ഥലത്ത് കാർ പാർക്കിങ്ങും കോമൺ എമ്യൂണിറ്റീസും ഉൾപ്പെടെ 7,82,025 ചതുരശ്രയടി സ്ഥലത്തായാണ് ഇംപീരിയൽ ഗാർഡൻസ് വ്യാപിച്ചു നിൽക്കുന്നത്. ലോഡ്സ്, ബാരൻസ്, ഡ്യൂക്സ്, നൈറ്റ്സ് എന്നിങ്ങനെ 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളിലുമായി 302 കുടുംബങ്ങൾക്കുള്ള ജീവിതാന്തരീക്ഷമാണ് ഇംപീരിയൽ ഗാർഡൻസിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. വലിയ ആവാസ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുമ്പോഴും അടിസ്ഥാന കാര്യങ്ങൾക്ക് പ്രാഥമിക പ്രാധാന്യം കൊടുക്കുന്ന രീതി തന്നെയാണ് ഇംപീരിയൽ ഗാർഡൻസിലും നമുക്ക് കാണാൻ കഴിയുക. ഇംപീരിയൽ ഗാർഡൻസിലെ 302 കുടുംബങ്ങൾക്കായി 423 കാർ പാർക്കിംഗ് ഏരിയകളാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത്.